ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരു കൈയും നീട്ടി വാങ്ങുന്നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ മാലാഖമാർ. സ്വന്ത വേദനയതെല്ലാം മറന്ന് സോദരർക്കായി നീക്കി വച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. തന്നിരുളിൽ കാരുണ്യത്താരങ്ങളാൽ ലോകം മുഴുവൻ ദീപ്തി പരത്താൻ പോകാം, യേശുവിൻ സാക്ഷ്യം നൽകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയുടെ മുഖമാണ് നമ്മളിലേക്ക് ഓടിയെത്തുന്നത്. എന്നാൽ ധാരാളം ആൺകുട്ടികൾ ഇന്ന് ഈ മേഖലയിലുണ്ട്. ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യുന്ന കുറച്ച് മേൽ നഴ്സുമാരെ നമുക്കിന്ന് പരിചയപ്പെടാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
നമുക്കറിയാം നേഴ്സിംഗ് അല്ലെങ്കിൽ നേഴ്സസ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മുമ്പിലേക്ക് വരുന്നൊരു ചിത്രം ഒരുപക്ഷെ ഒരു സ്ത്രീ രൂപമായിരിക്കും. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ കാലഘട്ടത്തിലെ കർത്താവിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് പോലെ അനേകം മെയിൽ നേഴ്സുമാർ വരുന്ന സജീവമായ നേഴ്സിംഗ് പ്രൊഫഷനിലുണ്ട്. അതിൽ യേശുക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ചിലരെ നമുക്കിന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ഷൈജു. ഞാൻ ഡയാലിസിസ് നേഴ്സായിട്ട് ദിബയിൽ വർക്ക് ചെയ്യുന്നു. നാട്ടിലെ കോതമംഗലത്താണ് എൻ്റെ വീട്. എൻ്റെ പേര് ടോണി. ഞാൻ ഷാർജയിൽ ICU നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ വീട് പെരുമ്പാവൂർ ആണ്. എൻ്റെ പേര് ദിലീപ്. ഞാൻ ദുബായിലെ ഡയാലിസിസ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ വരുന്നത് തൊടുപുഴയിൽ നിന്നാണ് നാട്ടിൽ. അല്ല ഷൈജു, താങ്കൾ കോളേജ് ജീവിതത്തിലൊക്കെ തകർത്ത് നടക്കുകയും പിന്നീട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് യേശുവിൻ്റെ പാതയിലേക്ക് വരുവാനുണ്ടായ ഒരു സാഹചര്യം അത് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ സാധിക്കുമോ? അത് ഡിവൈനെ ഈശോനെ രക്ഷകനായി സ്വീകരിക്കാനായിട്ട് ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോ ഇടപെട്ടു. ഈശോ എന്നെ രക്ഷിച്ചു. കാരണം ജീവിത പങ്കാളിക്ക് പോളിസിസ്റ്റിക് ഓവറീസ് എന്ന് ഡോക്ടർ ഡയഗ്നോസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് നഴ്സിംഗ് ഫീൽഡ് ആയത് കാരണം ഡോക്ടർ പറഞ്ഞു കൃത്രിമമായിട്ട് ഒരു മാർഗം സ്വീകരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ആ സമയത്ത് ഞങ്ങൾ തീർത്തും രക്ഷയില്ലാത്തൊരവസ്ഥ. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ കുറച്ച് പേരുണ്ട്, ഞങ്ങൾ അറിയാവുന്നവരിലുണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത ഈ സെയിം പ്രശ്നം കൊണ്ട്. അപ്പോഴാണ് അലൈനിൽ നേഴ്സസ് മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ പെന്തക്കോസ്ത ദിനത്തിൽ 3 ദിവസത്തെ ഒരു ധ്യാനം നടക്കുന്നത്. അപ്പോൾ ജീവിത പങ്കാളിയോട് നാട്ടിൽ നിന്നും പെട്ടെന്ന് റിസൈൻ ചെയ്ത് വരാൻ പറഞ്ഞു. അലൈനിൽ അതിനകത്ത് പങ്കെടുത്തപ്പോൾ ആദ്യത്തെ ദിവസം ഈശോ എന്നെ സ്പർശിച്ചു. എനിക്ക് മനസ്സിലാവാത്ത പല കാര്യങ്ങളിലും ഈശോ ഒന്ന് കടത്തിവിട്ടു. ഞാൻ ഒരു ദിവസം എനിക്ക് അനുതാപത്തിലൂടെ കടന്നുപോയി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടൊരു കാര്യമല്ല. ആ ഹാളിലേക്ക് കടന്നപ്പോഴേ ഞാൻ അറിയാതെ തന്നെ കരയാനായിട്ടുള്ള ടെൻഡൻസി ആയിരുന്നു എനിക്ക്. അങ്ങനെ ഒരു ദിവസം മൊത്തം കരച്ചിലായിരുന്നു. രണ്ടാമത്തെ ദിവസം ആരാധനയുടെ സമയത്ത് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാ നഴ്സുമാരും ഈശോയെ എന്ന് പറഞ്ഞ് വിളിച്ച് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വചനപ്രകാരം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്നും രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും, ദേശത്ത് നിന്ന് വന്ധ്യതയും ഗർഭഛിദ്രവും ഞാൻ എടുത്തു മാറ്റും. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 23-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ. അതനുസരിച്ച് ആ സമയത്ത് ഈശോയുടെ ശക്തമായിട്ടുള്ളൊരു ഇടപെടൽ ജീവിത പങ്കാളി ഈ പോളിസിസ്റ്റിക് എന്ന് പറയുന്ന അവസ്ഥയിലുണ്ടായി. ഒരു ശക്തമായൊരു ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡോക്ടർ പറഞ്ഞാണ് കൃത്രിമമായിട്ടൊരു മാർഗം നിർദ്ദേശിക്കണം എന്ന് പറയുന്ന ഒരു സമയത്ത് ഇങ്ങനൊരു മാർഗം പോലും സ്വീകരിക്കാതെ ഈ ആരാധനയുടെ സമയത്ത് അവിടെ ഒരു ഹീലിംഗ് ഉണ്ടായി. അതിനുശേഷം 13-ാം ദിവസം എൻ്റെ വൈഫ് പ്രഗ്നൻസി പോസിറ്റീവായിട്ട് ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ ഡയഗ്നോസ് ചെയ്തു. ഞാൻ ഈ നേഴ്സിംഗ് ഹോസ്റ്റലിലോട്ട് കടന്നു വരാനും നേഴ്സസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ പോകാനുമായിട്ടുള്ള ഒരു പ്രചോദനം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ ഈശോ എന്നെ രക്ഷിച്ചു, രക്ഷകനായി എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഇത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനായിട്ട് ഈ സാക്ഷ്യങ്ങളോ ഒക്കെ പറഞ്ഞു കൊടുക്കാനായിട്ടാണ് നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് ഞാൻ കടന്നു വരാനായിട്ടുണ്ടായത്. പുറപ്പാട് 9:16 പറയുന്നത് പോലെ എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും എൻ്റെ വചനം ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടാനും എന്ന വചനം ഈ പ്രോഗ്രാമിലൂടെ അന്വർത്ഥമായിരിക്കുന്നു. ദിലീപേ, അത്ഭുതകരമായ രീതിയിൽ ദൈവം ഇടപെട്ടാണ് ദിലീപ് ദുബായിൽ എത്തിയതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. വളരെ സന്തോഷത്തോടു കൂടിയാണ് എനിക്ക് ഈ ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. 2007 ഞാൻ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കി. അതിനുശേഷം എന്ത് ചെയ്യും എന്നതിനെപ്പറ്റി വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് ദുബായിലേക്ക് ഒരു വിസ ശരിയായി കിട്ടുന്നത്. വിസ ശരിയായി കിട്ടുവാൻ വേണ്ടിയിട്ട് ഒത്തിരിയേറെ കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. ദൈവം വളരെ അത്ഭുതകരമായ രീതിയിലാണ് എനിക്ക് ആ വിസ അവിടെ റെഡിയാക്കി തന്നത്. അതിനുശേഷം വിസ കിട്ടി. ഞാൻ ഇവിടെ ദുബായിൽ വരുന്നു. 3 മാസത്തെ വിസയാണ് എനിക്കന്ന് കിട്ടിയത്. ആ 3 മാസത്തെ വിസയുടെ സമയത്ത് ഞാൻ ഇവിടെ വന്ന് ആദ്യമേ ലൈസൻസിൻ്റെ ടെസ്റ്റ്, നമുക്ക് അറിയാം ഇവിടെ ദുബായിൽ കിട്ടണമെങ്കിൽ ദുബായിൽ ഹെൽത്ത് അതോറിറ്റിയുടെ ലൈസൻസ് ടെസ്റ്റ് ഉണ്ട്, അത് പാസ്സായി. അതിനുശേഷം ഞാൻ ദുബായിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും ഞാൻ ആപ്ലിക്കേഷൻ ഫോം കൊടുത്തു. പല ഹോസ്പിറ്റലുകളിലും ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി പോയി. അവിടെയൊക്കെ ഞാൻ പോയിരുന്നെങ്കിലും പലയിടത്തുനിന്നും അവസാനം പിന്നീട് വിളിക്കാം എന്നൊരു വാക്കായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. പിന്നെ സമയം ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ 3 മാസത്തെ വിസയുടെ സമയം നവംബർ 11-ാം തീയതി തീരുകയാണ്. അതായത് നവംബർ 11-ാം തീയതിക്ക് തൊട്ട് മുമ്പുള്ള ഒരാഴ്ച നമ്മുടെ ഇവിടെ ഈദിൻ്റെ പ്രമാണിച്ചുള്ള ഹോളിഡേ ആയിരുന്നു. 5 ദിവസം ഹോളിഡേ, അതായത് ഞായറാഴ്ച തുടങ്ങി വ്യാഴാഴ്ച വരെയുള്ള 5 ദിവസം ഹോളിഡേ ആയിട്ട് വന്നു. അപ്പോൾ അതിന് മുമ്പുള്ള വ്യാഴാഴ്ചയാണ് എൻ്റെ അവസാനത്തെ ചാൻസ് ഉള്ള ദിവസം. ആ വ്യാഴാഴ്ചയ്ക്ക് ശേഷം പിന്നീട് എനിക്ക് ജോലി കിട്ടാനായിട്ടുള്ള യാതൊരു സാധ്യതയില്ല. കാരണം എല്ലാ ഹോസ്പിറ്റലുകളും അടച്ചിടുന്ന ഒരു സമയമാണത്. അപ്പോൾ ആ വ്യാഴാഴ്ച വരെ ഞാൻ പ്രതീക്ഷിച്ചു എനിക്ക് ഒരു കോൾ എവിടെന്നെങ്കിലും വരുമെന്ന്. പക്ഷേ ഒരിടത്തുനിന്നും വന്നില്ല. വളരെ നിരാശയോടുകൂടി ഇനി നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് കരുതി ബാഗെല്ലാം പാക്കപ്പ് ചെയ്ത് ഞാനെല്ലാം റെഡി ആയിട്ടിരുന്നു. എന്നിരുന്നാൽ തന്നെയും എന്നെ ഇഷ്ടപ്പെടുന്ന
എന്നെ അത്രമാത്രം സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഈശോയോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ തമ്പുരാന് എന്നെ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ തമ്പുരാൻ അത്ഭുതകരമായി പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഞാൻ ചൊവ്വാഴ്ച അബുദാബിയിൽ എൻ്റെ ചേട്ടൻ്റെ വീട്ടിലായിരിക്കുന്ന സമയത്ത് എന്നോട് ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിലീപേ നീ ഇങ്ങ് പോരെ, ദുബായിക്ക് പോരെ, ഗവൺമെൻറ് ബുധനും വ്യാഴവുമുള്ള 2 ദിവസത്തെ ഹോളിഡേ ഗവൺമെൻറ് കട്ട് ചെയ്തിട്ടുണ്ട്, നീ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ചൊവ്വാഴ്ച വൈകുന്നേരം ഞാൻ ദുബായിക്ക് വീണ്ടും ഞാൻ വന്നു. അവിടെ ഞാൻ ഇവിടെ വന്ന് ദുബായിൽ വന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങ് ആഗ്രഹിക്കുവാണ് എന്നെ ഇവിടെ ഈ ദുബായിൽ നിർത്തണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ജോലി തരണം. ഈശോയെ അങ്ങയ്ക്ക് സാധിക്കും എന്ന് എനിക്ക് ഉറച്ച് വിശ്വാസമുണ്ട്. ഈശോയെ അങ്ങ് അവിടെ പ്രവർത്തിക്കണമെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം ബുധനാഴ്ച എനിക്ക് 11 മണിക്ക് ദുബായിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി ഒരു കോൾ വരുന്നു. വ്യാഴാഴ്ച ഇൻ്റർവ്യൂ ഞാൻ പോയി അറ്റൻഡ് ചെയ്യുന്നു. ഇൻ്റർവ്യൂ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം വെള്ളിയാഴ്ച ഞാൻ വിസ കഴിഞ്ഞ് ഞാൻ കയറി പോവുകയാണ്. ഒരാഴ്ചയ്ക്ക് ശേഷം ഈ ഹോസ്പിറ്റലിൽ നിന്ന് ആളുകൾ എന്നെ വിളിച്ചു, നീ സെലക്റ്റഡ് ആയിട്ടുണ്ട്, ഇതിനു വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് തുടരാമെന്ന്. എൻ്റെ കർത്താവ് എനിക്ക് പൂർണ്ണമായിട്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ തമ്പുരാൻ ആഗ്രഹിച്ചു ഞാൻ ഇവിടെയായിരിക്കാൻ. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു മേഖലയിലേക്ക് കർത്താവിനെ ആക്കി കൊടുത്തത്. എൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും കർത്താവിന് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം എനിക്ക് പ്രേരണ തന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ടോണി, അനേകം മേൽനേഴ്സുമാരും ലോകത്തിൻ്റെ പുറകെ ഓടുമ്പോൾ ടോണി എന്തുകൊണ്ടാണ് യേശുവിന് വേണ്ടി ഓടുവാനായിട്ട് തീരുമാനമെടുത്തത്? ഡിവൈൻ ഇപ്പോൾ ഷൈജുവിൻ്റെ ജീവിതത്തിലുണ്ടായ അതേ അനുഭവം തന്നെയാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത്. കാരണം വിവാഹശേഷം ഞങ്ങൾക്കും കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ ഷൈജുവിൻ്റെ ഒരു ഡിഫറൻസ്, ഷൈജു ട്രീറ്റ്മെൻറ്റൊന്നും പോയില്ല. പക്ഷേ ഞങ്ങൾ എല്ലാ ട്രീറ്റ്മെൻറ്റും ഞങ്ങൾ അങ്ങോട്ട് ഫസ്റ്റ് തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റ് ഒന്നും യാതൊരു ഫലവും ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടില്ല. വൈഫിന് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ആയിരുന്നു ഡയഗ്നോസ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ തടസ്സങ്ങൾ വന്നപ്പോൾ ഒത്തിരിയേറെ നിരാശ കയറി വന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു വചനം സ്ട്രൈക്ക് ചെയ്തു. യെശയ്യാ 30:20, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല, നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ എനിക്കൊരു പ്രത്യാശ ഉണ്ടായി. അങ്ങനെ ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഷാർജ സെൻറ്റ് മൈക്കിൾ ചർച്ചിൽ ഒരു നേഴ്സസ് കൂട്ടായ്മ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ആ കൂട്ടായ്മയിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുകയും ചെയ്തു. അപ്പോൾ ആ കൂട്ടായ്മയിലോട്ട് കടന്നു നിന്നപ്പോൾ അവിടെ ശക്തമായിട്ട് ഒത്തിരി നേഴ്സുമാർ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കൂട്ടായ്മ ഒത്തിരി പേർക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അവസ്ഥ ഷെയർ ചെയ്യുകയും അവർ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു പ്രാർത്ഥനയിൽ അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ നാട്ടിൽ പോവുകയും നാട്ടിലൊരു ഫേമസ് ഗൈനക്കോളജിസ്റ്റിനെ കാണുകയും ചെയ്തു. അപ്പോൾ ആ ഗൈനക്കോളജിസ്റ്റ് വിധി എഴുതി, നിങ്ങൾക്ക് ഈ സൈക്കിളിൽ കുട്ടികളുണ്ടാവാൻ സാധ്യതയില്ല എന്ന് വിധി എഴുതിയുണ്ടായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ പ്രാർത്ഥന തുടർന്ന് ഞങ്ങളോട് തിരിച്ചു വന്നു, പ്രാർത്ഥന തുടർന്നു. അങ്ങനെ ഒരു ദിവസം വൈഫ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പരിശുദ്ധാത്മ അനുഭവം ഉണ്ടായി. അപ്പോൾ ആ മാസം ഞങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വൈഫ് പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് തെളിയുകയുണ്ടായി. അതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം. യെശയ്യാ 30:20 പറയുന്നത് പോലെ, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും നൽകിയാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. ഈ ഒരു വചനം അനേകർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. ഡിവൈൻ ഞങ്ങളെക്കാളൊക്കെ വളരെ വ്യത്യസ്തമായ മറ്റൊരു മേഖലയിലാണ് ഡിവൈൻ സേവനം ചെയ്യുന്നത്, മാനസിക രോഗികളെ ശുശ്രൂഷിക്കുന്ന മേഖലയിൽ. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഡിവൈൻ്റെ ഏതെങ്കിലും ഒരു ജീവിതാനുഭവം ഞങ്ങളോട് ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായും. സൈക്കാട്രിക് നേഴ്സിംഗ് എന്ന് പറയുന്നത് മറ്റ് പ്രൊഫഷനിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു പ്രൊഫഷനാണ്. പലപ്പോഴും നമ്മൾ സ്നേഹത്തോടുകൂടി സഹതാപത്തോടുകൂടി ഇവരോട് ഇടപെടുമ്പോഴും നമുക്ക് തിരിച്ചത് ലഭിക്കണമെന്ന് നിർബന്ധമില്ല. ഇവിടെയാണ് ലൂക്ക 6:35 പ്രാധാന്യം. ഇതാണ് കർത്താവ് നമ്മൾ അതിലൂടെ പഠിപ്പിക്കുന്നത്. തിരിച്ചു കിട്ടുമെന്ന് കരുതാതെ നിങ്ങൾ നന്മ ചെയ്യുവിൻ. ഞാൻ ഓർക്കുന്നു, ഒരിക്കലൊരു രോഗി വളരെ അഗ്രസീവായിട്ട് എൻ്റെ നേർക്ക് വരികയും എന്നെ മർദ്ദിക്കാനായിട്ട് ഒരുങ്ങുകയും അവസാനം എൻ്റെ മുഖത്ത് തുപ്പുകയും ചെയ്തു. അപ്പോൾ വളരെ ആയാസപ്പെട്ട് സെക്യൂരിറ്റി സ്റ്റാഫ് ഇദ്ദേഹത്തെ തിരികെ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വന്ന ചിത്രം ഇതാണ്. പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ യേശുക്രിസ്തു നിലത്തിരിക്കുന്നതും ഭടന്മാർ മുഖത്ത് തുപ്പുന്നതുമായ ആ ഒരു രംഗമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോഴേക്കും എൻ്റെ ഉള്ളിലേക്ക് ദൈവിക സ്നേഹം ഉണരുകയും ഞാൻ ആ മകനോട് ക്ഷമിക്കുകയും ഉടനെ തന്നെ ഞാൻ ആ മകനെ പോയി ആലിംഗനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ കണ്ടു നിന്നവർക്ക് അതൊരു അത്ഭുതമായി. മുഖത്ത് തുപ്പിയവനെ പോയി കെട്ടിപ്പിടിക്കുക. അതുപോലെ തന്നെ യേശുവിൻ്റെ വചനവും യേശുവിൻ്റെ രോഗശാന്തിയും രോഗികളിലേക്ക് എത്തിക്കുന്നതിൽ നമ്മൾ മേൽനേഴ്സുമാരുടെ പങ്ക് വളരെ വലുതാണ്. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ദുബായിലൊരു ICUവിൽ ഒരു രോഗി, ആക്സിഡൻ്റായിട്ട് കിടക്കുന്ന ഒരു രോഗി,
അദ്ദേഹം പൂർണ്ണമായിട്ടും തളർന്ന് അബോധാവസ്ഥയിൽ കിടക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം ഒരു വൈദികൻ്റെ പ്രാർത്ഥനാ സഹായം യാചിക്കുകയും ചെയ്തു ഒരു സിസ്റ്ററിൻ്റെ അടുത്ത്. ഈ സിസ്റ്റർ ഉടനെ എന്നെ വിളിച്ച് പറയുകയും അപ്പോൾ ഇവിടെ ഇടവ വൈദികനായിരുന്ന വൈദികനെയും കൂട്ടി ഞാൻ എൻ്റെ വാഹനത്തിൽ അവിടെ പോയി പ്രാർത്ഥന നൽകുകയും ചെയ്തു. പിറ്റേ ദിവസം അതുവരെ പൂർണ്ണ നിശ്ചലനായിരുന്ന മകൻ പിറ്റേ ദിവസം ആദ്യമായി കരങ്ങൾ അനക്കി. പിന്നീട് ആ മകനിലുണ്ടായിരുന്നത് അത്ഭുതകരമായ ഒരു രോഗശാന്തിയാണ്. അത്ഭുതകരമായിട്ട് ആ മകൻ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും ഡിവൈൻ, നമ്മൾ ഈശോയുടെ നാമത്തിൽ ഈശോയുടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈശോ പറയുന്നുണ്ട്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വീട്ടിൽ നിന്നും ഇപ്പോൾ എനിക്ക് ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഈശോ എന്നെ രക്ഷപ്പെടുത്തിയപ്പോൾ ഈശോയോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്, ഈശോ എന്നെ രക്ഷപ്പെടുത്തിയതുപോലെ തന്നെ ഞാൻ ശുശ്രൂഷിക്കുന്ന മരുന്ന് കൊടുക്കുന്ന രോഗികളെ ഈശോ സുഖപ്പെടുത്തണം. കാരണം എന്നെ സുഖപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ ടോണിയെ സുഖപ്പെടുത്താനായിട്ട് ടോണിയുടെ കുടുംബജീവിതത്തിൽ ഇടപെടാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രോഗികളെ ഈശോയ്ക്ക് സുഖപ്പെടുത്താനും സാധിക്കും. എൻ്റെ ഒരു അവകാശവാദം ഇതുമാണ്. ഞാൻ രാവിലെ ഹോസ്പിറ്റലിലേക്ക് ജോലിക്ക് പോകുമ്പോൾ മനസ്സിൽ ഇങ്ങനൊരു ചിന്തയുമായിട്ടാണ് പോവുക, ഈശോയെ നീ എന്നെ സുഖപ്പെടുത്തിയതുപോലെ തന്നെ ഞാൻ ഇന്ന് ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ കൊടുക്കുന്നവരെ ഈശോ സുഖപ്പെടുത്തണം. അത് ഈശോ പറയുന്നുണ്ട്. ശിഷ്യന്മാരെ ഈശോ തിരഞ്ഞെടുത്തതിന് ശേഷം അവരെ അയച്ചു രോഗികളെ സുഖപ്പെടുത്താനും പിശാചുകളെ ബഹിഷ്കരിക്കാനുമായിട്ടെന്നാണ്. അപ്പോൾ രോഗികളെ സുഖപ്പെടുത്താനായിട്ട് ആ വിശ്വാസത്താൽ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നതാണ് ഈശോ രോഗികളെ അത്ഭുതകരമായിട്ട് സുഖപ്പെടുത്തുന്നു. ഇപ്പോൾ ഷൈജു പറഞ്ഞ പോലെ തന്നെ ശുശ്രൂഷ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വരുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം പണ്ടൊക്കെ രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ ഒരു ശുശ്രൂഷ മനോഭാവം എനിക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. കറക്റ്റായിട്ട് ജോലി ചെയ്യട്ടെ, ആരുടെയും കണ്ണിൽ നമ്മൾ ജോലി മോശമാണെന്ന് ആരും പറയാറില്ല. കാരണം ഡോക്ടർ എഴുതിയ എല്ലാ മരുന്നും കൊടുക്കും, വളരെ കറക്റ്റായിട്ട് കൊടുക്കും, കറക്റ്റായിട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മളങ്ങോട്ട് വലിയും. അതായിരുന്നു നമ്മുടെ ഒരു അവസ്ഥ. അപ്പോൾ പിന്നെ ഈ യേശു നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വന്ന് ആ ഒരു ദൈവിക അനുഭവം നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വന്നപ്പോൾ ഭയങ്കര മാറ്റമായിരുന്നു. കാരണം നമ്മൾ മരുന്ന് എടുക്കുമ്പോഴും കൊടുക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമ്മൾ ശുശ്രൂഷിക്കുന്ന രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പണ്ടൊക്കെ നമ്മൾ ഒരു മരുന്ന് സിറിഞ്ചിൽ പെട്ടെന്ന് എടുത്തു വന്നു, പെട്ടെന്ന് അങ്ങോട്ട് കൊടുത്തു, ആ പണി അങ്ങോട്ട് കഴിച്ചു, വീണ്ടും അടുത്ത പണിയിലോട്ട് പോയി. ഇപ്പം ആ മരുന്ന് നമ്മൾ ആ ലോഡ് ചെയ്യുമ്പോൾ തൊട്ട് ആ മരുന്ന് സിറിഞ്ചിലോട്ട് വലിക്കുമ്പോൾ തൊട്ട് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും, ദൈവമേ ഈശോയെ ഈ മരുന്ന് ഞാൻ കൊടുക്കുമ്പോൾ ഈ രോഗി സൗഖ്യപ്പെടണേ, അങ്ങയുടെ തിരക്തമാക്കി ഈ മരുന്നിനെ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ആ പ്രാർത്ഥിച്ച് സാവധാനം ആ മരുന്ന് ഇപ്പോൾ ആ രോഗിക്ക് കൊടുക്കുക നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആ രോഗിയെ നമ്മൾ പ്രാർത്ഥിക്കും, ആ രോഗിയുടെ അടുത്ത് നിന്ന് നമ്മൾ പ്രാർത്ഥിക്കും, ആ രോഗിക്ക് വേണ്ടി ആ രോഗിയുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ എമർജൻസി കോൾ വന്നു കഴിയുമ്പോൾ ഞാൻ ഒത്തിരി അസ്വസ്ഥപ്പെടും. കാരണം ഞാൻ ICUലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എമർജൻസി വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം ആ അഡ്മിഷൻ വരുന്നത് എനിക്കായിരിക്കും. ചിലപ്പോൾ ഞാൻ പേഷ്യൻ്റ് ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം, ചിലപ്പോൾ ഞാൻ ബിസി ആയിരിക്കാം. 2 തലങ്ങളിലുണ്ട്. അപ്പോൾ എനിക്കറിയാം ഞാൻ സ്വാഭാവികമായിട്ടും ബിസി ആവും, എനിക്ക് പണിയാവും എന്നുള്ളവരെ. അപ്പോൾ ഞാൻ ആ രോഗിയെക്കുറിച്ചോ ആ രോഗിയുടെ കുടുംബത്തെക്കുറിച്ചോ ആ രോഗിയുടെ ഈ ലോകത്തിലോട്ട് വേണ്ട ആവശ്യകതയെക്കുറിച്ചോ ഒന്നും ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ സാധാരണ ഗതിയിൽ അങ്ങോട്ട് പോകും. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു എമർജൻസി കോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. ആ രോഗിയുടെ ദൈവമേ ആ രോഗിക്ക് ലഭിക്കുന്ന ട്രീറ്റ്മെൻ്റ് എല്ലാം ഈശോയെ അങ്ങ് അനുഗ്രഹിക്കണമേ, ഡോക്ടർമാരിലൂടെ ആ രോഗിയെ അനുഗ്രഹിക്കണമേ, ഈശോയെ അങ്ങോട്ട് തിരുരക്തം കൊണ്ട് ആ രോഗിയെ അങ്ങ് പൊതിയണമേ, സൗഖ്യപ്പെടുത്തണമേ എന്നൊക്കെ എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാറുണ്ട്. ഇപ്പോൾ ടോണി പറഞ്ഞതുപോലെ തന്നെ ഞാനും നേഴ്സിങ്ങിൻ്റെ പ്രൊഫഷൻ, അതായത് നേഴ്സിംഗ് തുടങ്ങിയ സമയത്ത് നേഴ്സിംഗ് എന്ന് പറയുന്നത് എനിക്കൊരു പ്രൊഫഷൻ മാത്രമായിരുന്നു. പ്രത്യേകിച്ചും നേഴ്സിംഗ് പഠനം കഴിഞ്ഞ് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ജോലി കിട്ടാൻ എളുപ്പമുള്ള ഒരു ജോലി മേഖല എന്ന് മാത്രമേ ഞാൻ നേഴ്സിങ്ങിനെ പറ്റി കണ്ടിട്ടുള്ളൂ. കുറച്ചുകൂടി നല്ല ശമ്പളം കിട്ടും, അല്ല എങ്കിൽ കുറച്ചുകൂടി നല്ല ജീവിത സൗകര്യങ്ങൾ കിട്ടും, അങ്ങനെയൊക്കെ ഒരു പ്രതീക്ഷയോടു കൂടിയാണ് ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പിന്നീട് രോഗികളുമായിട്ട് ഞാൻ കൂടുതൽ അടുത്ത് കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് കർത്താവ് എന്നെ കാണിച്ചു തരികയാണ് ചെയ്തത്. കർത്താവിൻ്റെ കരങ്ങളാകാനായിട്ട് വിളിക്കപ്പെട്ട വലിയൊരു വിളിയാണ് നേഴ്സിംഗ് എന്ന് പറയുന്നത്. ഒരു ജോലി മാത്രമല്ല, അതൊരു മിഷനാണ്, കർത്താവിൻ്റെ ഒരു വലിയ വിളിയാണ് എന്നൊരു ബോധ്യം പിന്നീടാണ് എനിക്കുണ്ടാകുന്നത്. ആ ഒരു ബോധ്യത്തിലൂടെ കടന്നു വന്നപ്പോൾ രോഗികളുടെ അടുത്ത് കൂടുതൽ നേരം അവരോട് സംസാരിക്കാനും അവരോട് കൂടുതൽ അവരുടെ ദുഃഖങ്ങളിൽ അവർക്കൊരു ആശ്വാസമാകാനൊക്കെ തമ്പുരാൻ എന്നെ ഒത്തിരി അനുവദിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിവിടെ ഡയാലിസിസ് ജോലി ചെയ്യുമ്പോൾ ഡയാലിസിസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോൾ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ 4 മണിക്കൂർ നേരമാണ് ഡയാലിസിസ് ചെയ്യുന്നത്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് രോഗിയായിട്ട് കുറച്ച് നേരം നമ്മൾ സംസാരിക്കുന്നു. അപ്പോൾ ആ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ രോഗികൾ വരുന്നത് അവർ ആഴ്ച 2 വട്ടം അല്ലെങ്കിൽ 3 വട്ടം, കൂടുതൽ രോഗികൾ 3 വട്ടം ആഴ്ചയിൽ നമ്മൾ കാണുന്നവരാണ്. അപ്പോൾ അവരും നമ്മളുമായിട്ടൊരു നല്ലൊരു ബന്ധം, മാനസികമായിട്ടൊരു അടുപ്പം അവരുമായിട്ട് നമുക്കുണ്ടാവും.
അപ്പോൾ അങ്ങനെയുള്ളവരെ അവർക്ക് പലർക്കും അവരുടെ വീടുകളിൽ അവരുടെ ദുഃഖങ്ങൾ കേൾക്കാനോ അവർക്കൊരു ആശ്വാസം പറയാനൊന്നും പലരും കണ്ടുവന്ന് വരത്തില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ ഈ ജീവിത ശൈലി അങ്ങനെയായതുകൊണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ആദ്യത്തെ 1 മണിക്കൂർ ഞാൻ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ, അവരല്ലെങ്കിൽ എന്നോട് സംസാരിക്കുമ്പോൾ അവർക്ക് വളരെ ഒരു റിലാക്സേഷൻ പലപ്പോഴും കിട്ടിയതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അതുപോലെ തന്നെ ആയാലും പിന്നീട് ആ 1 മണിക്കൂറൊക്കെ അവർ സംസാരിച്ച് കഴിഞ്ഞിട്ട് അവർ ഉറങ്ങുന്ന സമയങ്ങളിൽ തമ്പുരാനോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാനായിട്ടൊരു സമയം, പിന്നെ ഒരു 3 മണിക്കൂറുകളിൽ ആ രോഗികൾ അവിടെ കിടന്നങ്ങ് ഉറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് വലിയ ജോലികളൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് അവർ പറഞ്ഞ അവരുടെ ദുഃഖങ്ങൾ തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു വലിയ കൃപ തമ്പുരാൻ തന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഈ കർത്താവിൻ്റെ കൂടെ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അത് ഈ ഒരു കാലഘട്ടങ്ങളിൽ കർത്താവ് എനിക്ക് തന്നൊരു സന്തോഷമാണ്. കാരണം നമ്മളൊക്കെ ജോലി ചെയ്യുമ്പോൾ നമുക്കറിയാം, ഡയാലിസിസിലൊക്കെ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ ഈ നല്ല തിരക്ക് വരുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഒരു ഡയാലിസിസ് കഴിഞ്ഞ് അടുത്ത ഡയാലിസിസ് തുടങ്ങുന്നതിന് ഇടയ്ക്കുള്ള സമയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കാണ്. ആ രോഗികൾ പോകുന്നു, അവരെ പറഞ്ഞു വിടുന്നു, അടുത്ത ബെഡ് റെഡിയാക്കുന്നു, അടുത്ത മെഷീൻ തന്നെയുള്ള മെഷീൻസ് എല്ലാം റെഡിയാക്കുന്നു, പിന്നെ അടുത്ത രോഗി വരുന്നു, തുടങ്ങുന്നു. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ്. നമുക്ക് എൻ്റെ കൂടെ ചിലപ്പോൾ ഒരു സ്റ്റാഫ് കണ്ടു, ഇല്ലെങ്കിൽ ഇല്ല, നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ തമ്പുരാൻ്റെ കൂടെ നടക്കുമ്പം, കർത്താവെ ഞാൻ തന്നെയുള്ളൂ, എൻ്റെ കൂടെ വന്ന് എൻ്റെ കൂടെ ജോലി ചെയ്യാനായിട്ട് എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറയുമ്പം ഒരു വലിയൊരു സപ്പോർട്ടാണ് നമുക്ക് തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജോലികളൊക്കെ പെട്ടെന്ന് തീർന്ന പോലെ നമുക്ക് തോന്നാം. ചില ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ ഒരു വിശുദ്ധിയിലേക്ക് നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളിൽ നമുക്ക് ആ ഒരു വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ തന്നെ ഈ ഒരു സ്നേഹത്തിൽ നമ്മൾ നിന്ന് കഴിയുമ്പോൾ ആ ഒരു സ്നേഹത്തോടു കൂടി നമുക്ക് രോഗികളോടായിട്ട് നമുക്ക് പരിചരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരോടായാലും അവരിപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും രീതിയിൽ സംസാരിച്ചാലും അവരോട് ക്ഷമിച്ച് അവരോട് വീണ്ടും ആ ഒരു പഴയ സ്നേഹത്തിൽ അവരോട് സംസാരിക്കാനായിട്ടുള്ളൊരു കൃപയൊക്കെ തമ്പുരാൻ്റെ കൂടെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. ദിലീപ്, തീർച്ചയായിട്ടും എനിക്ക് ഈ കാലഘട്ടത്തിൽ ഈ 2-3 വർഷത്തെ അനുഭവത്തിൽ ഈശോയുടെ ഒരു സ്പർശനം എനിക്കുണ്ടായപ്പോൾ എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ട ഒരു ബോധ്യമാണ്, ഈശോ നമ്മളിലൂടെ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ ശുശ്രൂഷ മേഖലയിലൂടെ ഈശോ പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് 1-2 വ്യക്തികളോട് എനിക്കിതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ഇടപെടും എന്ന് പറയാനായിട്ട് സാധിച്ചു. അതിന് ഉദാഹരണമായിട്ട് ഈ 3 വർഷക്കാലത്തിനുള്ളിൽ ഏകദേശം 9 ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്നു. അവർ ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ പോയവരാണ്. അതിലൊരു ഫാമിലി ഏകദേശം 9 വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം അവർ കഴിഞ്ഞ 2 വർഷമായിട്ട് യാതൊരു ട്രീറ്റ്മെൻറ്റും എടുത്തില്ല. അപ്പോൾ നാട്ടിലൊരു കുഞ്ഞിനെയൊക്കെ ഇവർ അഡോപ്റ്റ് ചെയ്യാനായിട്ട് അവർ കണ്ടെത്തി പ്ലാൻ ചെയ്ത്, അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങോണ്ടിരിക്കുന്ന സമയത്താണ് ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയിൽ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഈ വചനമനുസരിച്ച് ദൈവം കുഞ്ഞുങ്ങളെ നൽകുമെന്ന് അവർക്കും വിശ്വാസമായി. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മുടെ നഴ്സസിന് കൂട്ടായ്മയിൽ വന്ന് പ്രാർത്ഥിച്ച് ആരാധനയിൽ പങ്കെടുത്തപ്പോൾ അത്ഭുതകരമായിട്ട് ദമ്പതിമാർക്ക് യാതൊരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ 9 വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് കുഞ്ഞിനെ കൊടുത്തത്. അതുപോലെ തന്നെ ഒരു ഡോക്ടർ 5 വർഷങ്ങൾക്ക് ശേഷമാണ് അവരും നഴ്സസ് മിനിസ്ട്രി സംഘടിപ്പിച്ച ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് ആരാധനയിൽ പങ്കെടുത്തപ്പോൾ അതിനുശേഷം ആണ് അവർ 5 വർഷങ്ങൾക്ക് ശേഷം അവർ പ്രഗ്നൻസി പോസിറ്റീവ്. ഇന്ന് ട്വിൻസായിട്ട് 2 പിള്ളേർ അവർക്കുണ്ട്. അതുപോലെ തന്നെ ഒരു ചേട്ടൻ നാട്ടിൽ പോവുകയാണ്. നാട്ടിൽ എമർജൻസി അപ്പോൾ വിളിച്ചു പറഞ്ഞതാണ് ഇങ്ങനെ എമർജൻസി നാട്ടിൽ പോവുക. ആ ചേട്ടന് ഗോൾ ബ്ലാഡറും അതുപോലെ പാൻക്രിയാസ് 2 ഇൻഫെക്ഷനായി. അപ്പോൾ ഞങ്ങളുടെ അവിടെ വേറൊരു ഹോസ്പിറ്റലിലും അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ 2ഉം എമർജൻസി റിമൂവ് ചെയ്യണം. കാരണം അത് പൊട്ടി കഴിഞ്ഞ പ്രശ്നമാവുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ അന്ന് പോകാനതിന് തൊട്ട് മുന്നേ ഞാൻ വിളിച്ചു. അപ്പോൾ അവരുടെ അടുത്ത് ഒരു 5-6 പേരുണ്ടായിരുന്നു. ഞങ്ങൾ പോയി ശക്തമായി അറിയാവുന്ന രീതിയിൽ ഈശോയുടെ നാമം, ഈശോ പറഞ്ഞിരിക്കുന്നു പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുക, ഈ ഒരു വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ഈശോയെ ഇവരെ സുഖപ്പെടുത്തണം, ഈശോയെ സ്പർശിക്കണം, ഈശോയെ അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് രാത്രി 1 മണിയുടെ ഫ്ലൈറ്റിൽ നാട്ടിൽ പോയി. നാട്ടിൽ നെവര ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ആൾക്ക് ശക്തമായിട്ടൊരു പ്രചോദനം, ഒന്നുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യണം, അൾട്രാസൗണ്ട് ചെയ്ത് ഒന്നുകൂടിയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഡോക്ടറുടെ ഇവിടുന്ന് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. അവിടെ ചെന്ന് ഇങ്ങനെ ഡോക്ടറോട് പറഞ്ഞു എന്നെ ഒന്നുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യണം. അപ്പോൾ കൺഫർമേറ്ററി ടെസ്റ്റ് ഒന്നുകൂടിയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു അസുഖം, അല്ലെങ്കിൽ ഈ ഗോൾ ബ്ലാഡറും പാൻക്രിയാസിനും ഇങ്ങനൊരു അസുഖമേ ഇല്ല. അപ്പോൾ ഈ ആൾ ഇവിടുന്ന് 2 ഹോസ്പിറ്റലിൽ ഫുൾ റിപ്പോർട്ടുമായിട്ടാണ് പോയിരിക്കുന്നത്.
അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമില്ല, ഒന്നുമില്ല, എല്ലാം നോർമൽ തന്നെയാണ്. അപ്പോൾ 2 സ്കാനിങ് റിപ്പോർട്ട് ഇവിടുത്തെ കാണിച്ചു. അതിനുശേഷം ആൾ തിരികെ വന്നു, ഞങ്ങളുടെ ഇവിടെ നിന്ന് സാക്ഷി. അപ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് ആ മനുഷ്യനെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കുറച്ചൊരു 5-8 പേരുണ്ടായിരുന്നുള്ളൂ. 5-8 പേര് ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് ഈ ചേട്ടനെ സുഖപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നമ്മളത് ഈ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്ന നേഴ്സുമാർ, നമ്മൾ നേഴ്സസാണ്, രോഗികളെ സ്പർശിക്കുമ്പോൾ അവർ എൻ്റെ നാമത്തിൽ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, സുഖം പ്രാപിക്കുക തന്നെ ചെയ്യും. അത് ഈശോയെ പറഞ്ഞത്, മനുഷ്യനല്ല പറഞ്ഞത്. അപ്പോൾ ഈശോ പറഞ്ഞതാണ്. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ സംഭവിച്ചു, അതിനൊരു മാറ്റമില്ല. നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് സംഭവിച്ചു, അതിന് മാറ്റമില്ല. അങ്ങനെ ഈശോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ സംഭവിച്ചു. ആ ഈശോ തന്നെ നമ്മളോട് പറയുക, നിങ്ങൾ എന്നുവെച്ചാൽ നമ്മളാണ് കൂടുതലൊരു ദിവസത്തിൽ രോഗികളെ സ്പർശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ വചനം വെച്ചിട്ട് പ്രാർത്ഥിക്കണം. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ദൈവമേ, ഞാൻ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കുമ്പോൾ ഈശോ സുഖപ്പെടുത്തണം. അതുപോലെ എല്ലാവരും, ഈ 2 കോടി നേഴ്സുമാരുണ്ട്, അങ്ങനെ 2 കോടി നേഴ്സുമാർ ഈശോയുടെ നാമത്തിൽ രോഗികളെ സ്പർശിക്കുമ്പോൾ ഈശോ സുഖപ്പെടുത്തണം. അങ്ങനെ ഈശോയുടെ നാമം ഈ ലോകമെല്ലാം പ്രഘോഷിക്കപ്പെടണം. ഈശോയുടെ രാജ്യം നേഴ്സുമാരിലൂടെ ഈ ലോകത്തിലേക്ക് സുവിശേഷവൽക്കരണത്തിനായിട്ട് നമ്മളിലൂടെ ഈശോ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഒരുപക്ഷെ നമ്മളിൽ പലരും നേഴ്സിംഗ് എന്ന പ്രൊഫഷൻ തിരഞ്ഞെടുത്തത് വിദേശത്തൊരു ജോലിയോ സാലറിയോ കണ്ടുകൊണ്ടായിരിക്കാം. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത് കർത്താവിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണെന്നും ഒരു പ്രൊഫഷൻ എന്നതിലുപരി ഒരു മിഷനാണെന്നും മനസ്സിലാക്കി കർത്താവിൻ്റെ സ്നേഹവും രോഗശാന്തിയും രോഗികളിലേക്ക് എത്തിക്കുന്ന ഒരു ഉപകരണമായി മാറിത്തീരുവാനായിട്ട് ആ ഒരു ബോധ്യവുമായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, ഗ്ലോറി ഗ്ലോറി ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഗ്ലോറി ഹല്ലേലൂയ ഹല്ലേലൂയ ഗ്ലോറി. ഈശോയെ സ്തുതി, ഗ്ലോറി ഹല്ലേലൂയ. നമ്മൾ പെൺകുട്ടികൾക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത നഴ്സിംഗിൻ്റെ മറ്റനേകം മേഖലകളിലേക്ക് കടന്നു ചെല്ലുവാനും ദൈവസ്നേഹം പങ്കുവെക്കുവാനുമാണ് ഓരോ മെയിൽ നഴ്സിനെയും ഈശോ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും പ്രത്യേകിച്ച് മെയിൽ നഴ്സുമാരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.